ഹായ് എല്ലാ പ്ലസ് ടുവിലെ കുട്ടികൾക്ക് നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പം നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രിയാണ്. അത്ര വലിയ ടഫുള്ള ചാപ്റ്ററൊന്നുമല്ല, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പഠിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക, എന്നിട്ട് മാർക്ക് മേടിക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഒരു മാർക്ക് പോലും കളയരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഓരോ വീഡിയോസും ഇടുന്നത്. അപ്പം എനിക്ക് പാസ്സാവണം, ഡബിൾ പാസ് ആവണമെന്നല്ല പറയേണ്ടത്. എനിക്ക് ഫുൾ മാർക്ക് മേടിക്കണം, എനിക്ക് A+ മേടിക്കണം. അതായത് പാസ്സാവേണ്ടവർ പറയണം എനിക്ക് A+ മേടിക്കണം, A+ മേടിക്കേണ്ടത് വിചാരിക്കണം എനിക്ക് ഫുൾ മാർക്ക് കിട്ടണം. അങ്ങനെ തന്നെ പഠിക്കുക. അല്ലാതെ പാസ്സായാൽ മതി എന്നും പറഞ്ഞ് പഠിക്കരുത്. മാക്സിമം പഠിക്കുക. അത്രയും എഫേർട്ട് നമ്മൾ തരുമ്പോഴത്തേക്ക് നിങ്ങൾ അത്രയും റിസൾട്ട് നിങ്ങളിലൂടെ ഞങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്ത് തരിക. ഓക്കെ, ഒരു കാരണവശാലും പേടിക്കേണ്ട. എക്സാം ഒക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. അടിച്ചു പൊളിച്ച് എഴുതിയിട്ട് വരും. ഇപ്പം തന്നെ എഴുതിയപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പം ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രം പഠിച്ചിട്ട് പോവുക, ഫുൾ മാർക്ക് ഇലക്ട്രോ കെമിസ്ട്രിയുടെ മേടിച്ചിട്ട് വരും. ഓക്കെ, ഒന്ന് ഡാനിയൽ സെല്ലും സെൽ റെപ്രസെൻറ്റേഷനുമാണ്. ഡാനിയൽ സെല്ല്, സെൽ റെപ്രസെൻറ്റേഷൻ ടോപ്പിക്കിലുണ്ടോ നോക്കുക, പഠിച്ചിട്ടുണ്ടോ നോക്കുക, പഠിക്കുക. രണ്ടാമത്തത് നേൺസ് ഇക്വേഷൻ. മൂന്നാമത്തത് മോളാർ കണ്ടക്ടിവിറ്റി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, then Kohlrausch's law. then നാലാമത്തത് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈലൂഷൻ. അഞ്ചാമത്തത് ബാറ്ററീസ്, ഫ്യൂൽ സെൽ. മതി. ഈ 5 ടോപ്പിക്കും പഠിച്ചിട്ട് പോയാൽ മതി. 5 ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ പഠിക്കാൻ നിൽക്കണം. ഓരോന്നേരം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡാനിയൽ സെൽ അറിയാമല്ലോ. സിങ്ക് കോപ്പർ സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡാനിയൽ സെൽ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് സിങ്ക് ആരാണ്? ആനോഡ്. കോപ്പർ ആരാണ്? കാഥോഡ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ അറിയാമല്ലോ. Zn എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? Zn2+ഉം 2 ഇലക്ട്രോണും. കാഥോഡിൽ എന്തുവാ? Cu2+, 2 ഇലക്ട്രോണെ മേടിച്ചിട്ട് എന്താവുന്നു? Cu ആവും. ഇതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആദ്യം എഴുതുക, / കൊടുക്കുക. കാഥോഡിൽ നടക്കുന്നത്, ആനോഡിൽ എന്താ നടക്കുന്നത്? Zn2+ ആവുന്നു. ഈ സ്ലാഷ് മീൻസ് മാറുന്നു. Zn2+ ആവുന്നു. Zn2+ അയോൺസിൻ്റെ എല്ലാം ചാർജ് ഉള്ളവരുടെ എല്ലാം ബ്രാക്കറ്റിനകത്ത് AQ എന്ന് കൊടുക്കണം. / എന്തോ / സാൾട്ട് ബ്രിഡ്ജ്. Cu2+ ചാർജ് ഉണ്ടല്ലോ, ബ്രാക്കറ്റിനകത്ത് എന്ന് കൊടുക്കണം AQ/C. ഇതാണ് സെൽ റെപ്രസെൻറ്റേഷൻ. ഇത് മാത്രമല്ല, ചിലപ്പോൾ വേറൊരു ഇക്വേഷൻ വന്നിട്ട് സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാൻ പറയും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയും: Ag gives Ag++ 1 ഇലക്ട്രോൺ, Cu2++ 2 ഇലക്ട്രോൺ gives Cu. ഇതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാൻ പറയും. അപ്പോൾ എന്താ സംഭവിക്കേണ്ടത്? ഇലക്ട്രോൺ അപ്പുറമല്ലേ വന്നേക്കുന്നത്, അപ്പോൾ ഇത് ആനോഡ്. ഇലക്ട്രോൺ ഇപ്പുറമല്ലേ വന്നേക്കുന്നത്, അപ്പോൾ ഇത് കാഥോഡ്. അല്ലെങ്കിൽ ഇങ്ങോട്ട് ചാർജ് കൂടുകയാണ്, ചാർജ് കൂടുന്ന ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം ആനോഡ്. ഇങ്ങോട്ട് ചാർജ് കുറയാണ്, ചാർജ് കുറയുന്ന റിഡക്ഷൻ നടക്കുന്ന സ്ഥലം കാഥോഡ്. ഇനി എന്ത് എഴുതാം? സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാം. ആനോഡ് ആദ്യം എഴുതണം. എങ്ങനെയാ? Ag/Ag+, ആയതുകൊണ്ട് എന്ത് കൊടുക്കണം? AQ. /Cu2+, AQ/C. അല്ലാതെ ബാലൻസ് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, ഇത് എഴുതി വെച്ചാൽ മാത്രം മതി. വേറൊന്നും ചെയ്യണ്ട, നമ്പറോ എണ്ണമോ ഒന്നും നോക്കണ്ട, എഴുതി വെക്കുക. ഇതാണ് ഒരെണ്ണം. സ്ഥിരം എക്സാമിന് നമുക്ക് ചോദിക്കുന്നതാണ്. എന്താ? ഡാനിയൽ സെല്ലും അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ. പിന്നെ വേറൊരു സെല്ല് എന്നിട്ട് സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാൻ പറയും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനാണ് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. കാഥോഡിലെ പൊട്ടൻഷ്യൽ തരും, ആനോഡിലെ പൊട്ടൻഷ്യൽ തരും. രണ്ടും കൂടെ മൈനസ് ചെയ്യുക, ഈ സെൽ കണ്ടുപിടിക്കും. ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. സ്ഥിരം ചോദിക്കുന്ന കാഥോഡിലെ ആനോഡിലെ പൊട്ടൻഷ്യൽ വന്നിട്ട് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ കാഥോഡിലെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിലെ പൊട്ടൻഷ്യൽ ചെയ്താൽ സെൽ പൊട്ടൻഷ്യൽ.
സ്ഥിരം എക്സാമിന് നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അടുത്തത് നോൺ സ്റ്റിക്കേഷനാണ്. നോൺ സ്റ്റിക്കേഷൻ അറിയാമല്ലോ. നോൺ സ്റ്റിക്കേഷൻ എങ്ങനെ എടുക്കുന്നത്? ഇ സെൽ ഇസ് ഈക്വൽ ടു അല്ലേ E0 സെൽ. ഇപ്പം ഒരു കാര്യം കൂടെ പറയാം. ഈ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഈ സെൽ പൊട്ടൻഷ്യൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് 3 രീതിയിലാണ് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. 3 രീതിയിൽ. ഒന്ന്, ആനോഡിലെ പൊട്ടൻഷ്യൽ കാഥോഡിലെ പൊട്ടൻഷ്യൽ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരും. ആനോഡിലെ പൊട്ടൻഷ്യൽ ഇതാണ്, കാഥോഡിലെ പൊട്ടൻഷ്യൽ ഇതാണെന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് തരും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആനോഡിലെ പൊട്ടൻഷ്യൽ കാഥോഡെ മൈനസ് ആനോഡാണ്, കാഥോഡിലെ പൊട്ടൻഷ്യൽ എടുത്ത് ആനോഡിലെ പൊട്ടൻഷ്യൽ എടുത്ത് രണ്ടും കൂടെ മൈനസ് ചെയ്യാം. 2, ഇക്വേഷൻ തരും. ആനോഡ് കാഥോഡെന്ന് പറയില്ല, ഇക്വേഷൻ തരും. 3, ഒന്നും വാല്യൂസ് മാത്രം തരും. +12 -12 അങ്ങനെ മാത്രം തരും. ഈ 3 രീതിയിലുമാണ് നമുക്ക് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അതിനകത്ത് ആനോഡ് കാഥോഡ് തന്നാൽ എളുപ്പമാണ്. എങ്ങനെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്? ഇ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൽ പൊട്ടൻഷ്യലായി, കാഥോഡ് മൈനസ് ആനോഡ്. ഇനിയും ഇക്വേഷൻ തരും. അത് സിമ്പിളാണ്, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. Zn gives Zn2 ++ 2 ഇലക്ട്രോൺ. ഇതിൻ്റെ ഈ സെല്ലിൻ്റെ വാല്യൂ +1.2 വോൾട്ട്. Cu2 ++ 2 ഇലക്ട്രോൺ gives Cu. ഇതിൻ്റെ ഈ സെല്ലിൻ്റെ വാല്യൂ -0.05 ഇങ്ങനെ തരും. ഇതേതാ? ഇലക്ട്രോൺ ഇപ്പുറം വന്നുകൊണ്ട് ഓക്സിഡേഷൻ, ഇത് ഇലക്ട്രോൺ ഇപ്പുറം വന്ന റിഡക്ഷൻ. ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം ആനോഡ്, ഇലക്ട്രോൺ ഇപ്പുറം വന്ന റിഡക്ഷൻ നടക്കുന്ന സ്ഥലം കാഥോഡ്. അപ്പോൾ ആനോഡും കാഥോഡുമായി ഇനി എന്ത് ചെയ്താൽ മതി? കാഥോഡെ മൈനസ് ആനോഡ് എടുത്താൽ മതി. സിമ്പിൾ. അതും സിമ്പിളാണ്. 3ാമത്തെ കേസിലാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അവിടെ നമുക്ക് വാല്യൂസ് മാത്രം തരും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ആയിരിക്കും തരുന്നത്. 1ാമത്തെ ക്വസ്റ്റ്യൻ +1.2 വോൾട്ട് +1.1 വോൾട്ട്. 2ാമത്തത് +1.2 വോൾട്ട് -1.1 വോൾട്ട്. 3ാമത്തത് -1.2 വോൾട്ട് -1.3 വോൾട്ട്. തരുന്ന വാല്യൂസ് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ, തരുന്ന വാല്യൂസ് മാത്രം ഇങ്ങനെ വാല്യൂസ് മാത്രം തന്നിട്ട് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറയും. തരുന്ന 2 വാല്യൂസും പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും വലിയ വാല്യൂസിനെ എന്താക്കുക? കാഥോഡാക്കുക. ഇതിനകത്ത് വലിയ വാല്യൂസ് ആരാ? 1.2. അപ്പോൾ ഇത് കാഥോഡ്, ഇത് ആനോഡ്. ഇനി കാഥോഡ് മൈനസ് ആനോഡ് എടുക്കും. പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിലും വലിയ വാല്യൂ കാഥോഡ്, വലിയ വാല്യൂ വരാം 1.2. ഇത് കാഥോഡ്, ഇത് ആനോഡ്. രണ്ടും നെഗറ്റീവ് ആണെങ്കിലും വലിയ വാല്യൂ കാഥോഡ്. ഇതിനകത്ത് രണ്ടിലും വലിയ വാല്യൂ ഏതാ? 1.3 ആണോ 1.2 ആണോ? 1.2 ആണ് വലിയ വാല്യൂ. കാരണം മൈനസിൽ ചെറുതാകും തോറുമാണ് വലുതാകുന്നത്. ഇത് കാഥോഡ്, ഇത് ആനോഡ്. ഇനി കാഥോഡ് മൈനസ് ആനോഡ് എടുത്താൽ മതി. ഇത് നമുക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് കണക്ക് കാഥോഡ് 3 രീതിയിൽ ചോദിക്കാം സെൽ പൊട്ടൻഷ്യൽ. ഒന്ന്, കാഥോഡിൻ്റെ ആ പൊട്ടൻഷ്യൽ ഇത്ര, ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ ഇത്ര എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാം. അപ്പോൾ കാഥോഡ് മൈനസ് ആനോഡ് അങ്ങ് ഡയറക്റ്റായിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ തരും, അതിനകത്ത് നിന്ന് ആനോഡും കാഥോഡും ചൂസ് ചെയ്യുക. ഇലക്ട്രോൺ അപ്പുറം വന്നാൽ ആനോഡ്, ഇലക്ട്രോൺ ഇപ്പുറം വന്നാൽ കാഥോഡ്. അല്ലെങ്കിൽ ചാർജ് കുറഞ്ഞാൽ കാഥോഡ്, ചാർജ് കൂടിയാൽ ആനോഡ്. അത് വെച്ചിട്ട് കാഥോഡ് മൈനസ് ആണ്. 3 വാല്യൂസ്, ഇങ്ങനെ വാല്യൂസ് മാത്രം തരും. ആ സമയത്ത് വലിയ വാല്യൂസ് എല്ലാം എന്താണെന്ന് പറയുക? കാഥോഡാണെന്ന് പറയാം. തന്നിരിക്കുന്ന വാല്യൂസിൽ വലിയ വാല്യൂ എല്ലാം കാഥോഡാണ്. ഓക്കെ. ഇനി നമുക്ക് ചോദിക്കുന്ന നോൺ സ്റ്റിക്കേഷനാണ്. നോൺ സ്റ്റിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നോൺ സ്റ്റിക്കേഷൻ ഇതാണ്. ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഡാനിയൽ സെല്ലിൻ്റെ നോൺ സ്റ്റിക്കേഷൻ എക്സാമിന് 1 മാർക്കിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഡാനിയൽ സെല്ലിൻ്റെ നോൺ സ്റ്റിക്കേഷൻ എന്തോ? ഡാനിയൽ സെല്ലിൻ്റെ നോൺ സ്റ്റിക്കേഷൻ E സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ എന്നിന് പകരം 2 ലോഗ് പ്രോഡക്റ്റിന് പകരം കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് റിയാക്ടൻറ്റിന് പകരം കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ നോൺ സ്റ്റിക്കേഷൻ. എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ് നോൺ സ്റ്റിക്കേഷൻ ഫോർ ഡാനിയൽ സെൽ. ഓക്കെ. അപ്പോൾ 2 എണ്ണമായി. ഡാനിയൽ സെല്ല്, സെൽ റെപ്രസെൻറ്റേഷൻ, ഈ സെല്ല്, സെൽ പൊട്ടൻഷ്യൽ, ദെൻ അതിനുശേഷം നോൺ സ്റ്റിക്കേഷൻ. ഓക്കെ. പിന്നെ
പിന്നെ നമുക്ക് ചോദിക്കുന്നത് മോളാർ കണ്ടക്ടിവിറ്റി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, കൊളറാഷസ് ലോ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മോളാർ കണ്ടക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡ എം ആണ്. ലാംഡ എം ഇസ് ഈക്വൽ ടു കെ ബൈ സി. ഇതിനകത്ത് കെ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ്, അത് ക്വസ്റ്റിനകത്ത് തരും കേട്ടോ. കണ്ടക്ടിവിറ്റി. സി കോൺസെൻട്രേഷൻ ആണ്. ഈ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്, ഈ ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് വരുന്നത് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോളാണ്. ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് വരുന്നത് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോളാണ്. കെയുടെ യൂണിറ്റ്, കെക്ക് 2 യൂണിറ്റ് ഉണ്ട്. സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സും ഉണ്ട്, കെയുടെ യൂണിറ്റ് സീമൻ മീറ്റർ ഇൻവേഴ്സും ഉണ്ട്. കെയുടെ യൂണിറ്റ് സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണെങ്കിൽ ലാംഡ എം ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 1000 ബൈ സി. അതേസമയം കെ മീറ്റർ ഇൻവേഴ്സ് ആണെങ്കിൽ ലാംഡ എം ഇസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു സി. ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് വേണ്ടതാണ്. മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ട് കെയുടെ വാല്യൂവും കോൺസെൻട്രേഷൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് തരും. കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് അത് മോൾ പെർ ലിറ്റർ എന്നും പറഞ്ഞ് വാല്യൂ അതിനകത്ത് ഉണ്ടായിരിക്കും, അത് കോൺസെൻട്രേഷൻ ആണ്. കണ്ടക്ടിവിറ്റി കെയുടേത് ഒന്നില്ലെങ്കിൽ സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലുള്ള യൂണിറ്റിലുള്ള ഒരു വാല്യൂ കാണും, അല്ലെങ്കിൽ സീമൻ മീറ്റർ ഇൻവേഴ്സിൽ വരുന്ന ഒരു വാല്യൂ ആണ്. ഇതിലേത് വാല്യൂ ആണോ കെയ്ക്ക് വരുന്നത് അതിനനുസരിച്ച് ഇക്വേഷൻ ചൂസ് ചെയ്യാം. സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് നമുക്ക് വാല്യൂ തന്നിരിക്കുന്നതെങ്കിൽ ഇതെടുക്കുക, സീമൻ മീറ്റർ ഇൻവേഴ്സ് ആണെങ്കിൽ ഇതെടുക്കുക. പിന്നെ വേറൊരു രീതിയിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, മോളാർ കണ്ടക്ടിവിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ. എന്തോ മോളാർ കണ്ടക്ടിവിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ ലാംഡ എം ഇസ് ഈക്വൽ ടു കെ ബൈ സി. ഈ രീതിയിലാണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് ചോദിക്കുന്നത്. ഒന്ന്, എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് ചോദിക്കാം. 2, മോളാർ കണ്ടക്ടിവിറ്റി യൂണിറ്റ് ചോദിക്കാം, പ്രോബ്ലമായിട്ട് ചോദിക്കാം. ഇത് രണ്ടിൽ ഏത് ഇക്വേഷൻ ചൂസ് ചെയ്യുക. മോളാർ കണ്ടക്ടിവിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പം ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. ഓക്കെ, മോളാർ കണ്ടക്ടിവിറ്റി. അത് കഴിഞ്ഞിട്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, അതായത് ലാംഡ എം എന്ന് പറയുന്നത് കെ ബൈ സി അല്ലേ. നമ്മൾ ഈ കോൺസെൻട്രേഷൻ കുറച്ചാലോ ഈ ലാംഡ എമ്മിൻ്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കോൺസെൻട്രേഷൻ ഡിനോമിനേറ്റർ, അപ്പോൾ ഓപ്പോസിറ്റില്ല. അപ്പോൾ ഇത് കുറച്ചാൽ ഇത് കൂടും. അങ്ങനെ കോൺസെൻട്രേഷൻ കുറച്ച് കോൺസെൻട്രേഷൻ ടെൻസ് ടു 0. കോൺസെൻട്രേഷൻ ടെൻസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈല്യൂഷൻ മാക്സിമം. ഈ കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെ കുറയ്ക്കുന്ന? ഈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്ന? പൊള്ളലില്ലാതാക്കുന്ന, വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യും. അപ്പോൾ കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കൂട്ടുക എന്നാണ്? ഡൈല്യൂഷൻ കൂട്ടുക. അപ്പോൾ കോൺസെൻട്രേഷൻ 0 ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈല്യൂഷൻ മാക്സിമം ആയി. ആ സമയത്തുള്ള ലാംഡ എമ്മിനെ വിളിക്കുന്ന പേരാണ് ലാംഡ 0m, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ആ സമയത്ത് ഈ ലാംഡ എമ്മിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും അല്ലേ. ഇത് കുറയും തോറും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത്രയുള്ള സംഭവം. ലാംഡ എം കെ ബൈ സി ആണ്. കോൺസെൻട്രേഷൻ കുറയും തോറും ലാംഡ എമ്മിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞ് അപ്രോക്സിമേറ്റ് 0 ആകുന്ന സമയത്ത് ലാംഡ എമ്മിൻ്റെ വാല്യൂ മാക്സിമം. ആ മാക്സിമത്തെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, റെപ്രസെൻ്റ് ചെയ്യുന്ന ലാംഡ 0. പിന്നെ ലാംഡ എം എന്ന് വിളിക്കില്ല. മാക്സിമം ഡൈല്യൂഷൻ ആയാൽ ലാംഡ എമ്മിനെ ലാംഡ 0m എന്നേ വിളിക്കും. ഓക്കെ, അതുപോലെ ഇനി ഈ ലാംഡ 0m നമുക്ക് കണ്ടുപിടിക്കണം. ലാംഡ 0m കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ലാംഡ എം ഇസ് ഈക്വൽ ടു ലാംഡ 0m മൈനസ് ബി റൂട്ട് സി. ഓക്കെ, ഇതൊരു ഇത് കണക്കുക. y ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഇങ്ങനെ കിടക്കുക. y എന്ന് പറഞ്ഞാൽ ലാംഡ എം, സി എന്ന് പറഞ്ഞാൽ ലാംഡ 0m, സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പാണ്, എക്സ് റൂട്ട് സി. അപ്പം ഈ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വരുന്ന സൊല്യൂഷനും ഉണ്ട്, ഓക്കെ, വീക്ക് ഇലക്ട്രോലൈറ്റ് വരുന്ന സൊല്യൂഷനും ഉണ്ട്. ഈ 2 പേരുടെയും കേസിൽ നമ്മൾ ലാംഡ 0m കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും ഗ്രാഫ് വരയ്ക്കുന്നു, വീക്ക് ഇലക്ട്രോലൈറ്റിനും ഗ്രാഫ് വരയ്ക്കുന്നു. വൈ ആക്സസിൽ ലാംഡ എം, 2 പേർക്കും വൈ ആക്സസിൽ ലാംഡ എം, എക്സ് ആക്സസിൽ റൂട്ട് സിയെ c⁻² എന്ന് എഴുതാം. റൂട്ട് സി c⁻². ഗ്രാഫ് വരയ്ക്കുന്നു. സ്ട്രെയിറ്റ് ലൈനാണ്, സ്ലോപ്പ് നെഗറ്റീവ് ആണ്, അപ്പോൾ താഴോട്ട് വരണം. ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ സ്ലോപ്പിൻ്റെ വാല്യൂ മൈനസ് ബി, സ്ലോപ്പ് മൈനസ് ബി. ഇതിനെ വൈ ആക്സിലോട്ട് എക്സ്ട്രാപ്ലേറ്റ് ചെയ്തൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റാണ് സി. എന്തുവാ? ലാംഡ 0m.
ഇപ്പോൾ λ0m കണ്ടുപിടിക്കണമെങ്കിൽ λm അഗെയിൻസ്റ്റ് റൂട്ട് സി ഗ്രാഫ് വരയ്ക്കുക, എക്സ്ട്രാപോളേറ്റ് ചെയ്യുക സ്ലോപ്പ് ടച്ച് ചെയ്യുന്ന പോയിന്റാണ് λ0 സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമുക്ക് സ്ലോപ്പൊക്കെ കിട്ടും, ഇതാണ് സ്ലോപ്പ്. പക്ഷേ ഇത് രണ്ടും എന്തായിട്ടായിരിക്കും പോകുന്നത്? പാരലായിട്ടായിരിക്കും പോകുന്നത്, ഒരിക്കലും ടച്ച് ചെയ്യില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് λ0m കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ λm അഗെയിൻസ്റ്റ് റൂട്ട് സി ഗ്രാഫ് വരയ്ക്കുക. അതിലെ y ഇന്റർസെപ്റ്റ് ആണ് സി, y ഇന്റർസെപ്റ്റ് ആയിരിക്കും λ0. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ വീക്ക് ഇലക്ട്രോലൈൻ λ0m എങ്ങനെ കണ്ടുപിടിക്കാം, ഗ്രാഫ് എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ആണെന്ത്? കൊളറാഷസ് ലോ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ λ0m, അതായത് λm മാക്സിമം ആകുന്ന വാല്യൂ, കോൺസെൻട്രേഷൻ കുറഞ്ഞ് ഡൈലൂഷൻ കൂടി λmൻ്റെ വാല്യൂ മാക്സിമം ആകുന്ന കേസ്, അതാണ് λ0m. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ കണ്ടുപിടിക്കുന്ന എന്ത് വെച്ചിട്ടാ? ഗ്രാഫ് വെച്ചിട്ടും. വീക്ക് ഇലക്ട്രോണിൻ്റെ കേസിൽ എന്ത് വെച്ചിട്ടാ? കൊളറാഷസ് ലോ. ഓക്കെ, ഇനി എന്താണ് കൊളറാഷസ് ലോ? ഈ ഗ്രാഫൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി എന്താണ് കൊളറാഷസ് ലോ? കൊളറാഷസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ XY, ഇതാണ് എൻ്റെ വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പം λ0m ഓഫ് എക്സും λ0m ഓഫ് y, എക്സ് പ്ലസും y മൈനസും, ഇതിനകത്ത് ഏതൊക്കെ അയോൺസ് ഉണ്ടോ ആ രണ്ട് അയോൺസിൻ്റെയും കൂടെ λ0m കൂട്ടിയെടുക്കുന്നതായിരിക്കും λ0m ഓഫ് XY നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എക്സ് പ്ലസിൻ്റെയും y മൈനസിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് രണ്ടും കൂടെ കൂട്ടിയാൽ XYയുടേതാകും. ഇതാണ് കൊളറാഷസ് ലോ. അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലമൊക്കെ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാ ഇങ്ങനെ പറയും, CH3COOHൻ്റെ λ0m കണ്ടുപിടിക്കണം. CH3COONയുടേത് എക്സ് λ0m, HClൻ്റെത് y, NaClൻ്റെത് Z. അതായത് ഇത് വാല്യൂസ് എന്ന് പറഞ്ഞു തരും, 300, 210, 190 അങ്ങനെ വാല്യൂസ് തരും. എന്നിട്ട് ഇതിൻ്റെ കണ്ടുപിടിക്കാൻ പറയും. സിമ്പിൾ, ഭയങ്കര സിമ്പിളാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സിമ്പിളായി ക്വസ്റ്റ്യൻ വെച്ചാൽ എളുപ്പമാണ്. CH3COH അല്ലേ, ഏതൊക്കെയുണ്ട്? CH3COOയുണ്ട്, H ഉണ്ട്. അതാണ് CH3COO ദാ കിടക്കുന്നു, H ദാ കിടക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുക, എന്ത് കിട്ടും? എക്സും വൈയും കൂടെ ആഡ് ചെയ്യുക. എക്സും വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? CH3COOH കിട്ടി. ഇനി എന്തിനെ വേണ്ട? NaClനെ വേണ്ട. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. NaClൻ്റെ വാല്യൂ എത്ര? Z. ആൻസറായി. സ്ഥിരം ചോദിക്കുന്നതാണ്. ഒരാളുടെ കണ്ടുപിടിക്കാൻ പറയും, 3-4 ആൾക്കാരുടെ തരും. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആൾ ഏതൊക്കെ ആൾക്കാരുണ്ടോ അവരെ രണ്ടുപേരും കൂടെ കൂട്ടുക. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താണോ ബാക്കി വരുന്നത് അത് മൈനസ് ചെയ്യുക. സിമ്പിൾ. കൊളറാഷസ് ലോ. ഇനിയാണ് നമുക്ക് സ്ഥിരം ചോദിക്കുന്ന നമ്മുടെ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈലൂഷൻ. കണ്ടക്ടിവിറ്റിയുടെയും മോളാർ കണ്ടക്ടിവിറ്റിയുടെയും ഡൈലൂഷൻ വെച്ചിട്ടുള്ള വേരിയേഷൻ. ഇത്രയേ ഉള്ളൂ. കണ്ടക്ടിവിറ്റി ഇത്രയൊക്കെ പഠിച്ചാൽ മതി. കണ്ടക്ടിവിറ്റി K കുറയും, ഡൈലൂഷൻ കൂടും തോറും കണ്ടക്ടിവിറ്റി K കുറയും. അതിൻ്റെ റീസൺ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് ഏരിയ ഡിക്രീസസ്. യൂണിറ്റ് ഏരിയയിലുള്ള അയോൺസിൻ്റെ എണ്ണം കുറയുന്നത് കൊണ്ട് കണ്ടക്ടിവിറ്റി ഡൈലൂഷൻ കൂടുന്തോറും കൂടും. എന്നാൽ മോളാർ കണ്ടക്ടിവിറ്റി λm അത് കൂടും. എന്ത് കൂടുന്തോറും? ഡൈലൂഷൻ കൂടുന്തോറും മോളാർ കണ്ടക്ടിവിറ്റി കൂടും. മോളാർ കണ്ടക്ടിവിറ്റി 2 ആൾക്കാരുടെ കേസിലുണ്ട്. സ്ട്രോങ്ങിൻ്റെ കേസിലുണ്ട്, വീക്കിൻ്റെ കേസിലുണ്ട്. അതായത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും. 2 പേരുടെ കേസിലും λm കൂടും. ഡൈലൂഷൻ കൂടുന്തോറും 2 പേരുടെ കേസിലും λm കൂടും. ഇയാളുടെ കേസിൽ കൂടാൻ കാരണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഡൈലൂഷൻ കൂടുന്തോറും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അയോൺസ് കൂടും. അതുവഴി മൊബിലിറ്റി കൂടും, മൂവ്മെൻറ്റ് കൂടും. ഇയാളുടെ കേസിൽ കൂടാൻ കാരണം നമ്പർ ഓഫ് അയോൺസ് കൂടും. അപ്പം ഇത്രയേ ഉള്ളൂ. ഡൈലൂഷൻ കൂടുന്തോറും കണ്ടക്ടിവിറ്റി കുറയാൻ കാരണം നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് ഏരിയ കുറയും. ഡൈലൂഷൻ കൂടുന്തോറും മോളാർ കണ്ടക്ടിവിറ്റി കൂടും. അത് സ്ട്രോങ്ങിൻ്റെ കേസിലും കൂടും, വീക്കിൻ്റെ കേസിലും കൂടും.
സ്ട്രോങ്ങിൻ്റെ കേസിൽ കൂടാൻ കാരണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അയോൺസ് കൂടും, അതുവഴി മൊബിലിറ്റി കൂടും. വീക്കിൻ്റെ കേസിൽ കൂടാൻ കാരണം നമ്പർ ഓഫ് അയോൺസ് കൂടും. സിമ്പിൾ. ഇനി ബാറ്ററീസ് ആണ്. അറിയാലോ, റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ബാറ്ററീസ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അതൊരു ഗാൽവനിക് സെല്ലാണ്. 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൈമറിക്ക് എക്സാമ്പിൾ അറിയാമല്ലോ, മെർക്കുറി സെല്ലും ലെക്ലാൻഷ്യസ് അല്ലെങ്കിൽ ഡ്രൈ സെല്ല്, അതിൻ്റെ ആനോട് കാതോടൊക്കെ പഠിച്ചു വെച്ചേക്കുക. പിന്നെ സെക്കൻഡറി സെല്ലിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കുക. ഫ്യുവൽ സെൽ അറിയാമല്ലോ, ഫ്യുവൽസിനെ കത്തിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗാൽവനിക് സെല്ലിന് എക്സാമ്പിളാണ്, ബെസ്റ്റ് എക്സാമ്പിൾ ഹൈഡ്രജൻ ഓക്സൈഡ് ഫ്യുവൽ സെല്ലാണ്. അതിൻ്റെ ആനോഡിലെയും കാതിലുള്ള റിയാക്ഷൻ പഠിക്കുക, ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ പഠിക്കുക. പിന്നെ അതിനകത്ത് പഠിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ അഡ്വാൻറ്റേജസ്, ഹൈഡ്രജൻ ഓക്സൈഡ് ഫ്യുവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജസ് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഇതിനകത്ത് 2 ഞാൻ വിട്ടുപോയത്, ഒന്ന് ഷീയും 2 കൊറോഷനുമാണ്. ഷീയും കൊറോഷൻ അറിയാമല്ലോ, കൊറോഷൻ മറ്റേ ഇരുമ്പ് തുരുമ്പിക്കുന്ന അത് പഠിക്കണം. പിന്നെ ഷീ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, മറ്റേ പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക് ഡിപ്ഡിൻ. ഷീ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കത്തില്ലേ, ഷീയുടെ പൊട്ടൻഷ്യൽ 0 ആണ്. ഇങ്ങനെ ഷീ ഇരിക്കുന്ന ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് ഇങ്ങനെ റൗണ്ട് ചെയ്ത്, അല്ലേ, ഇങ്ങനെ NaCl സൊല്യൂഷനകത്ത് മുക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഹൈഡ്രജനെ നമ്മൾ പാസ് ചെയ്യും, ബബിൾ ചെയ്യും. അത് നോട്ടിനകത്തുണ്ട്. ഷീ പഠിച്ചു വെക്കണം കേട്ടോ. ഷീയുടെ റെപ്രസെൻറ്റേഷൻ പഠിച്ചു വെച്ചേക്കണം. ഇതാണ് ഷീയുടെ റെപ്രസെൻറ്റേഷൻ. PT(H2) ഗ്യാസ് ബാർ H+ അക്വസ്. ഇതാണ് ഷീയുടെ റെപ്രസെൻറ്റേഷൻ. ഷീയുടെ പൊട്ടൻഷ്യൽ 0 ആണ്. ഫസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. ഷീ എന്താണെന്ന് പഠിക്കണം. ഷീ എന്താ യൂസ് ചെയ്യുന്ന, പകുതി സെല്ലുകളുടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് ഷീ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, പിന്നെ അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ, സെൽ പൊട്ടൻഷ്യൽ 0 ആണ് അതിൻ്റെ ഡയഗ്രാം. കൊറോഷൻ എന്താണ്, നമുക്ക് അയണിൻ്റെ കൊറോഷനാണ് പഠിക്കാനുള്ളത്. ആനോഡിലെയും കാതിലുള്ള റിയാക്ഷൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, അതും പഠിച്ചു വെച്ചേക്കാം. പിന്നെ ഇത്രയും കാര്യങ്ങൾ മതി. ഇത്രയാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ വേണ്ടത്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, സിമ്പിൾ സാധനമാണ്, പഠിച്ചു വെച്ചേക്കാം.